പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമം അവസാനിപ്പിക്കുക. ഈ പരസ്യ പ്രതിഷേധങ്ങളോടെ കേരളത്തിൽ BJPക്ക് തുറന്നിട്ട അരമനകളുടെ വാതിൽ അടഞ്ഞെന്നാണ് CPM വിലയിരുത്തൽ. രാഷ്ട്രീയമായി BJPക്ക് ഉരുത്തിരിഞ്ഞു വന്ന സാധ്യതകൾ ഇല്ലാതായി. ഇവിടെ രാഷ്ട്രീയമായി മുന്നേറാനാണ് CPMന്റെ നീക്കം. സഭകളോടുള്ള നേതാക്കളുടെ സ്നേഹപ്രകടനം പരസ്യ പ്രതികരണങ്ങൾ കടന്ന് അരമന മുതൽ ജയിൽ വരെ എത്തി. ഇതുകൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പിനെ നേരിടാനാകില്ലെന്ന് CPMന് ഉറപ്പുണ്ട്. നമ്മുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ ഒരു സർക്കാർ നമ്മൾ ആവശ്യമില്ല. ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. എല്ലാവരുടെയും സർക്കാരായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളും നടത്താത്തത് കൊണ്ട് അസംതൃപ്തിയുണ്ട്. സമൂഹത്തിന് ദുരന്തമാകാവുന്ന ഒരു മദ്യനയമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. സഭകളെ CPMനെതിരാക്കിയ പല വിഷയങ്ങൾക്കും ഇപ്പോഴും പരിഹാരമായിട്ടില്ല. വന്യജീവി ആക്രമണങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് തടസ്സം കേന്ദ്ര നിയമങ്ങളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടി ഓർത്തഡോക്സ് സഭയെ BJPക്കെതിരാക്കിയെങ്കിലും CPMന് അവരെ ഒപ്പം നിർത്താനായിട്ടില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ്. മൂന്നാം ഭരണം LDF ലക്ഷ്യമിടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം. ക്രിസ്ത്യൻ വോട്ടുകളുടെ ധ്രുവീകരണം UDFന് അനുകൂലമാകുമോ എന്ന ആശങ്കയുണ്ട്. കോൺഗ്രസ് ഛത്തീസ്ഗഡിലും കേരളത്തിലും എടുക്കുന്ന വ്യത്യസ്ത നിലപാടും തുറന്നുകാട്ടാനാണ് പാർട്ടിയുടെ നീക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുടർ പ്രതിഷേധ പരിപാടികൾ ചർച്ചയാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.